നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ജില്ലാ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ടറേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉദ്ഘാടകൻ സജീവ് ജോസഫ് MLAയുടെ പ്രസംഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ഇതിൽ ഒന്നാം പ്രതി, ഈ സംഭവങ്ങളുടെ ഒന്നാം പ്രതി കേരളത്തിലെ സർക്കാരാണ്. ഇവിടെ മദ്യം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ സർക്കാർ തന്നെ മദ്യത്തെ മാത്രമല്ല മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗം കേരളത്തിൽ ഗണ്യമായി കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലവും ഇവിടെ കേരളത്തിൽ ലഹരി വ്യാപനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ലഹരി വ്യാപനത്തെ പിന്തുണയ്ക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ സജ്ജമാക്കി കൊടുക്കുന്ന, അതിലെ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ രഹസ്യമായും പരസ്യമായും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു മാറ്റാൻ ശ്രമിച്ചതോടെ പോലീസിന് നേരെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, MC അതുൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ സജീവ് ജോസഫ് MLA ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, അമൽ തോമസ് എന്നിവർ സംസാരിച്ചു. ആഷിദ് അശോകൻ, രാഗീഷ് ബാലൻ, അർജുൻ കോറം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ.